ഇപ്പോൾ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നോടൊപ്പം ചേരുകയാണ്. 9 മൃതദേഹങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 8 മൃതദേഹങ്ങളായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ന് കിട്ടിയ ഒരു ബോഡി വളരെ അഴുകിയത് കാരണം അവിടെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയാത്തത് കാരണം അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അതുകൂടി വന്നാൽ 9 ബോഡികളാണ്. ബാക്കി ബോഡികൾ തർക്കങ്ങൾ തീർത്ത് നാളെ 4 മണിക്ക് മറവ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഇപ്പോൾ ഇവിടേക്ക് ബോഡികൾ ഉടനെ എത്തും. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലതാമസം നേരിട്ടത്. എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്ത് ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ടാണ് ഇത്ര അതായത് എന്നാലും 8 മണിക്കുള്ളിലായിട്ട് മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇത് മറവ് ചെയ്യാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ വിവിധ മതങ്ങളുടെ ആചാരപ്രകാരം കൂടിയാണല്ലോ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളെയും മാനിച്ചിട്ട് മതചടങ്ങുകളെയും മാനിച്ചുകൊണ്ടിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാം, ഹൈന്ദവർക്ക് അവരുടെ പൂജ ചെയ്യാം, ക്രൈസ്തവർക്ക് ചർച്ചിൽ അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ അവരുടെയും ചടങ്ങുകളെ മാനിച്ച് അതിനെ സൗകര്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പിന്നീട് ഓരോ ആളുകൾക്കും അവർക്ക് അവരുടെ ബന്ധുക്കളുടെ കബർ, അവരുടെ ശ്മശാനം ഒന്ന് കാണാനുമുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഈ ഒരു കൂട്ട സംസ്കാര സ്ഥലത്ത് എപ്പോഴും സാധ്യമാകുന്നതാണ്. ആ തരത്തിലാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 8 മണിയോട് കൂടി ഈ ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് 369 പേരാണ് ഈ ദുരന്തത്തിൽ ഇതോടകം തന്നെ മരിച്ചത്. അത്രയും മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ ബന്ധുക്കൾക്കോ മറ്റു പരിചയക്കാർക്കോ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഇന്ന് ഈ മണ്ണിൽ ഖബറടക്കുകയാണ്. അപ്പോൾ 9 മൃതദേഹങ്ങൾ ഇന്ന് ഇങ്ങോട്ട് എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ 29 മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള കുഴിമാടങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. എന്നാൽ മറ്റു മൃതദേഹങ്ങൾക്ക് അവകാശികൾ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണാം 9-ൽ അധികം ഈ കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ 29 പേരെ നേരത്തെ മൃതദേഹം എത്തിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള 9 മൃതദേഹങ്ങൾ ഇന്ന് 8 മണിയോടെ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജമായി എന്നല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മറ്റു മൃതദേഹങ്ങൾ ഇതിന്റെ മറ്റു നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും. ബന്ധുക്കൾ തിരിച്ചറിയുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അല്ലാത്ത പൂർണ്ണമായി അവകാശികളെ കണ്ടെത്താൻ കഴിയാത്ത 9 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത്. നമുക്ക് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ നേരത്തെ നമ്മൾ പോകുമ്പോൾ മൃതദേഹങ്ങൾ അത്രയും ദിവസം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത്രയും ദിവസം 6 ദിവസം ഈ ദുരന്തം കഴിഞ്ഞിട്ടാവുകയാണ്. അപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ചില മൃതദേഹങ്ങളൊക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മാത്രമുള്ള മൃതദേഹങ്ങൾ കൂടിയുണ്ട്. കാലുകളും കൈകളും തല മാത്രവും ആന്തരികാവയവങ്ങൾ മാത്രമായി കിട്ടിയവ പോലുമുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെയാണ് മൃതദേഹങ്ങൾ ഉള്ളത്. അപ്പോൾ ഇനി തിരിച്ചറിയുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം കൂടിയാണ്. ഏതായാലും ഈ മൃതദേഹങ്ങളുടെ എല്ലാം DNA പരിശോധന നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഇതൊക്കെ ആരുടെ മൃതദേഹങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ ഘട്ടത്തിൽ ഇത്രയും ദിവസമായ സ്ഥിതിക്കാണ് ഇപ്പോൾ 6 ദിവസം പൂർത്തിയാവുകയാണ്. അപ്പോൾ ആദ്യ ദിവസം കണ്ടെത്തിയ മൃതദേഹം ഉൾപ്പെടെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുന്നത്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ കാരണം 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂരൽ മല മഹാദുരന്തം സംഭവിച്ചത്. അവിടെ നിന്ന് പുത്തുമലയിലേക്ക് ഈ അവകാശികളെ കണ്ടെത്താനാകാത്ത മൃതദേഹങ്ങൾ എത്തുമ്പോൾ നമുക്ക് 5 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഒരു ചരിത്രഭൂമിയായി മാറിയ പുത്തുമല, 17 മരണങ്ങൾ സംഭവിച്ച വലിയ ഉരുൾപൊട്ടലിന് സാക്ഷിയായ പുത്തുമല, അതിന്റെ താഴ്വാരത്ത് ഇപ്പോൾ ഈ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ വന്ന് സംസ്കരിക്കുമ്പോൾ നേരത്തെ പുത്തുമലയിലും 5 മൃതദേഹങ്ങൾ
മണ്ണിനടിയിലുണ്ട് എന്നുള്ള വിവരം ഉണ്ട്. 5 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേ സ്ഥലത്ത് ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ ഇരകളായ, അതിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ സംസ്കരിക്കുകയാണ്. ആ പ്രദേശത്തുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആളുകൾക്കിടയിൽ ചേർന്നൊരുമിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു പോന്നിരുന്ന, സൗഹൃദത്തിൽ മുന്നോട്ട് പോയിരുന്ന, ജാതിമത വ്യത്യാസം ജാതിമത ഭേദമന്യേ ജീവിച്ചു പോയിരുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടുകാർ അവർ ഒരു ദുരന്തത്തിൽ ഒലിച്ചു പോയപ്പോൾ, മണ്ണിനടിയിൽ അകപ്പെട്ടു പോയപ്പോൾ, മണ്ണിനടിയിൽ പുതഞ്ഞു പോയപ്പോൾ അവർ ഈ മണ്ണിൽ ഒരുമിച്ച് തന്നെ അവർ അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണ്. അവിടെ ഒരു ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ അവരെല്ലാം ഒരുമിച്ച് ഈ മണ്ണിൽ കിടന്നുറങ്ങാൻ പോകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ആ ഭൂമിയാകട്ടെ മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയായ ഭൂമിയുടെ താഴ്വാരത്താണ് എന്നുള്ളത് മറ്റൊരു യാദൃശ്ചികതയാവാം. ഏതായാലും ഈ എസ്റ്റേറ്റ് ഭൂമിയിലാണ്, ഈ ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ 64 സെന്റ് ഭൂമിയാണ് ഇതിനായി വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും തിരിച്ചറിയാൻ പറ്റാത്ത നിലയുണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുഴിമാടങ്ങൾ ഒരുക്കിയിരിക്കുന്ന മറ്റു കുഴിമാടങ്ങളിൽ കൂടിയായിരിക്കും അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് ഈ ദുരന്തത്തിൽ മരണസംഖ്യ കൂടുന്നു എന്നൊക്കെ പറയുമ്പോഴും വൈകാരികമായ പല മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയാണ് ഈ സംസ്കാര ചടങ്ങിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം തിരിച്ചറിയാനാവാത്ത, വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുന്ന പുത്തുമലയിൽ ഈ സംസ്കരിക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ സജ്ജമാവുകയാണ്. മുഹമ്മദ് ഷംസീറാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.